ഈ ഉച്ചഭാഷണിയുടെ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ എല്ലാ ദേശനിവാസികൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വന്ധ്യവും പരിശുദ്ധവുമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭത്തിങ്കൽ അറിയിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ അട്ടപ്പാടി സെന്ററിന്റെയും പെന്തക്കോസ്ത് ഐക്യവേദി എന്ന അനുഗ്രഹീത കൂട്ടായ്മയുടെയും ആഭിമുഖ്യത്തിൽ മണ്ണാർക്കാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ, പാലക്കാട് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സനാതനമായ സത്യം വിളിച്ചോതിക്കൊണ്ട് നടത്തുന്ന വിശ്വാസ പ്രഖ്യാപന റാലിയാണ് ഈ പുല്ലിശ്ശേരി എന്ന ഈ മനോഹരമായ പ്രദേശത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. പാലക്കാടൻ വെയിലിന്റെ കാഠിന്യത്തെ വകവയ്ക്കാതെ എന്റെ ചുറ്റുമണിനിരന്നിരിക്കുന്ന ഒരുപറ്റം ചെറുപ്പക്കാരായ പ്രിയപ്പെട്ടവർ ജീവിതത്തിന്റെ സകല ജീവിതാനുഭവങ്ങളെയും കാച്ചിക്കുറുക്കിയെടുത്ത് അവരോട് ഓരോരുത്തരോടും ചോദിച്ചാൽ ഓരോ പ്രിയപ്പെട്ടവർക്കും പറയുവാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ: ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച, ഞങ്ങളുടെ ജീവിതത്തെ വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് മാറ്റിയ ഒരു അനുഭവം കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെയുള്ള സമാധാനത്തിന്റെ ഈ സുവിശേഷ സന്ദേശമാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ദേശങ്ങൾ, കവലകൾ, വ്യത്യസ്തമായ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളൊന്നും വകവയ്ക്കാതെ ഞങ്ങൾ പലയിടങ്ങളിലും കടന്നു ചെന്ന് ഇപ്രകാരമുള്ള യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത്. ആകയാൽ എനിക്ക് മുമ്പായി സംസാരിച്ച പ്രിയപ്പെട്ടവർ പറഞ്ഞതുപോലെ ഒരു മതപ്രഭാഷണം കേൾക്കുന്ന ലാഘവത്തോടെ, ഒരു രാഷ്ട്രീയ പ്രസംഗം കേൾക്കുന്ന ആവേശത്തോടെ, ഏതെങ്കിലും സാംസ്കാരികമായ സന്ദേശങ്ങൾ കേൾക്കുന്നതായ ആലസ്യത്തോടെ ഈ സന്ദേശം കേട്ടു മറക്കരുത്, കേട്ടുപോകരുതെന്ന് ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ജീവിതത്തിനെ മാറ്റം വരുത്തുന്ന, നമ്മുടെ ജീവിതത്തിന് വ്യത്യാസം വരുത്തുന്ന ഒരു സന്ദേശമാണ് സുവിശേഷത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. നാം വസിക്കുന്ന ഈ കാലഘട്ടത്തിലേക്ക് നാം നോക്കുമ്പോൾ പച്ചപ്പട്ട് പുതച്ചു കിടക്കുന്ന വയലേലകൾ, കളകളാരവം മുഴക്കിയൊഴുകുന്ന പുഴകൾ, രമ്യമനോഹരമായ ഗിരിശൃംഗങ്ങൾ, സാക്ഷരതയിലും സാംസ്കാരിക തനിമയിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് അഭിമാനിക്കപ്പെടുന്ന ലോക രാജ്യങ്ങളുടെ മുമ്പിൽ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മുമ്പിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമലങ്കരിക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തെ വൈദേശികർ വിളിച്ചത്, അല്ലെങ്കിൽ ഈ കാലഘട്ടം വിളിച്ചത് ഇപ്രകാരമാണ്: ഇത് ദൈവത്തിന്റെ സ്വന്തം നാട്. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കൊച്ചു കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അഭിമാനിക്കുന്ന, ഇവിടെയുള്ള ആ സാംസ്കാരികമായ പദ്ധതികളിൽ, ഇവിടെയുള്ള ടൂറിസ്റ്റ് പദ്ധതികളിലൊക്കെ വളരെ ഉയർത്തിക്കാണിച്ച ഒരു ആപ്തവാക്യമാണ് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നുള്ളത്. എന്നാൽ ചില കാലങ്ങൾക്ക് മുൻപ് ദാർശനികനായിരുന്ന നാം എല്ലാവരും ബഹുമാനിക്കുന്ന സ്വാമി വിവേകാനന്ദൻ നമ്മുടെ ഈ കേരളത്തെ നോക്കി വിളിച്ചു പറഞ്ഞത് ഇപ്രകാരമാണ്: കേരളം ഒരു ഭ്രാന്താലയമെന്ന്. എന്നാൽ മനസാക്ഷി മരവിക്കാത്ത കേരളത്തിന്റെ ഉയർച്ചകളിൽ അഭിമാനം കൊള്ളുന്ന, ഊറ്റം കൊള്ളുന്ന ഒരു കേരളീയന് പോലും, ഒരു മലയാളിക്ക് പോലും ആ വാക്കുകളെ അങ്ങനെ അങ്ങ് സ്വീകരിക്കുവാൻ കഴിയുകയില്ലായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആ പ്രിയപ്പെട്ട ആ സ്വാമി വിവേകാനന്ദൻ വിളിച്ചു പറഞ്ഞ ആ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാകുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിൽ കൂടി, ദൃശ്യമാധ്യമങ്ങളിൽ കൂടി നമുക്ക് കാണുവാനും കേൾക്കുവാനും വായിക്കുവാനും കഴിയുന്നത്. ഇന്ന് ഈ ഉച്ച സമയത്ത് ഈ ഉച്ചച്ചൂടിനെ വകവയ്ക്കാതെ എന്നെ കേൾക്കുന്ന വാത്സല്യ സ്നേഹിതരോട്, എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ: എനിക്കിവിടെ തണൽ നൽകുന്ന ഈ ആൽമരവും പേരാൽമരവും ഒന്നിച്ചു ചേർന്ന് ഇണപിരിയാതെ ഇവിടെ തണൽ നൽകുന്നത് പോലെ നാം എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ഒന്നിച്ചു വാണിരുന്ന, ഒന്നിച്ചു വസിച്ചിരുന്ന നമ്മുടെ ഈ
ഈ കൊച്ചു കേരളത്തിന്റെ മഹത്തായ സാംസ്കാരിക തനിമയ്ക്ക്, മഹത്തായ സ്നേഹത്തിന്റെ അനുഭവങ്ങൾക്ക് എന്താണ് എന്ന് പറ്റിക്കൊണ്ടിരിക്കുന്നത്? വിവരവും വിവേകവും ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തപ്പെട്ടു എന്ന് അഭിമാനിക്കുമ്പോഴും മനുഷ്യൻ അവന്റെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് നാമൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറമായ നിലയിലുള്ള ലഹരിയുടെ കരാളഹസ്തത്തിൽ അമരപ്പെട്ടുകൊണ്ടാണ്. കഞ്ചാവ് ബീഡിയും ആ മുറി ബീഡിയും അരസൻ ബീഡിയും കാജാ ബീഡിയും ഒക്കെ ഒളിച്ചും പത്തും കുറ്റിക്കാട്ടിലും തെങ്ങുംതൊപ്പിലും ഒക്കെ ഇരുന്ന് വലിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് അപ്പന്റെയും അമ്മയുടെയും മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും അധ്യാപകരുടെയും ഈ കാലഘട്ടത്തിൽ നാം ബഹുമാനിക്കുന്ന ഇന്ന് അവകാശപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളുടെയും മുമ്പിൽ യാതൊരു മറയും ഒളിവുമില്ലാതെ ഈ രാസലഹരി വലിച്ചു കയറ്റുന്നതിനും സിരകളിലേക്ക് കുത്തിക്കയറ്റി അതിന്റെ ത്രസിപ്പിക്കുന്ന മാസ്മരികതയ്ക്കകത്ത് ആറാടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് ഞാനും നിങ്ങളും വന്നുകൊണ്ടിരിക്കുമ്പോൾ നാം ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തതുപോലെയുള്ള പ്രശ്നങ്ങളാണ് ഓരോ ജീവിതത്തിലും ഉടലെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പനെ കൊല്ലുന്ന മക്കൾ, അമ്മയെ കൊല്ലുന്ന മക്കൾ, മക്കൾക്കും അമ്മയ്ക്കും അപ്പനും മുത്തശ്ശിക്കും പിഞ്ചു കുഞ്ഞിനും യാതൊരു വിധമായ വേർതിരിവില്ലാതെ ലൈംഗികമായ അരാജകത്വത്തിലേക്ക്, ആക്രമണത്തിലേക്ക് പോകുന്ന ഒരു നിലവാരം നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസാക്ഷി മനവിച്ചിട്ടില്ലാത്ത മലയാളി സമൂഹത്തിന്റെ ഹൃദയത്തുടിപ്പുകളിലേക്ക് ഒരു ചോദ്യം ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എവിടെയാണ് മനുഷ്യന്റെ പ്രശ്നത്തിന് ആത്യന്തികമായ പരിഹാരം ലഭിക്കുവാൻ ഇടയാകുന്നത്? എവിടെയാണ് മനുഷ്യന്, എവിടെയാണ് യുവത്വത്തിന് പരാജയം സംഭവിച്ചത്? എവിടെയാണ് യുവത്വത്തിന് തകർച്ചയിലേക്ക് പോകുവാനുള്ള കാരണങ്ങൾ ഉടലെടുക്കപ്പെട്ടത്? ഞാനേറെ സ്നേഹിക്കുന്ന, ഞാൻ വേറെ ബഹുമാനിക്കുന്ന കവിയായിരിക്കുന്ന ശ്രീ വയലാർ രാമവർമ്മ എഴുതിയ അശ്വമേധം എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. ആ കവിത ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിന് സർഗശക്തിയാം ഈ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വിശ്വസംസ്കാര വേദിയിൽ പുത്തനാം അശ്വമേധം രചിക്കുകയാണു ഞാൻ. നിങ്ങൾ കണ്ടു ശിരസ്സുയർത്തി പായുമൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. എന്തൊരുന്മേഷമാണതിൻ കൺകളിൽ, എന്തൊരാവേശമാണതിൻ കാൽകളിൽ. കോടി കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ ശക്തികൾ. വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ട് വെറ്റി നേടിയതാണതിൻ ശക്തികൾ. അതേ, ഞാൻ ഏറെ സ്നേഹിക്കുന്ന ശ്രീ വയലാർ രാമവർമ്മ എഴുതിയ ഈ വരികൾ നമ്മുടെ യുവത്വത്തെ നോക്കി വിപ്ലവ വീര്യം തുളമ്പുന്ന കുതിരയെ പോലെയുള്ള കാലുകൾ കൊണ്ടോടുവാൻ ശക്തി പ്രാപിച്ച ഈ ദിഗ്വിജയത്തിനായി ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ ഓടിപ്പായുന്ന അശ്വമേധം നടത്തുവാനായി പോകുന്ന ഒരു കുതിരയെ കൊണ്ട് ഈ യുവത്വത്തെ ഉപമിച്ച് അദ്ദേഹം ഈ കവിത എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ഇപ്രകാരമായിരുന്നു: ഈ യുവത്വം, ഈ യൗവന രക്തം നമ്മുടെ കേരളത്തിനും നമ്മുടെ നാടിനും നമ്മുടെ രാഷ്ട്രത്തിന്റെ കെട്ടുപണികൾക്കും പുരോഗതിക്കും ഉപയുക്തമാക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഒരു വിശ്വവിജയത്തിനായി ഒരു ചെമ്പൻ കുതിരയെ പോലെ ശിരസ്സുയർത്തി പായേണ്ട നമ്മുടെ യുവതലമുറ ഇന്ന് ശിരസ് കുനിച്ച് തല താഴ്ത്തിയിരിക്കുന്ന ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ, മറ്റ് രാഷ്ട്രങ്ങൾക്ക് മുൻപിൽ തലകുനിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിനകത്തേക്ക് നമ്മൾ വന്ന് എത്തിയിരിക്കുമ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം, ജീവിതത്തിന്റെ ഉയർച്ചകളെ നോക്കുവാൻ, ജീവിതത്തിലെ ലക്ഷ്യങ്ങളിലേക്ക് അടിവെച്ച് കാഴ്ചവടകൾ വെച്ച് കയറുവാൻ താല്പര്യപ്പെടാതെ ആത്മഹത്യയുടെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും അടിമത്തത്തിലേക്ക് തല കൊണ്ടുവച്ച് കൊടുത്തിട്ട് സ്വയം തീർത്ത് ലഹരിയുടെ ഇരുമ്പടിക്കുള്ളിൽ, തടവറയ്ക്കുള്ളിൽ സ്വയം ഒരു തടവുപുള്ളിയെ പോലെ അവസാനിക്കപ്പെടുന്ന എത്രയോ യുവത്വങ്ങളെ നമ്മുടെ കണ്ണിൻ മുൻപിൽ കാണുകയാണ്. അത് ഒരു പക്ഷേ നമ്മുടെ വീടുകളിലാകാം, നമ്മുടെ അപ്പനാകാം, നമ്മുടെ അമ്മയാകാം, നമ്മുടെ സഹോദരനോ സഹോദരിയോ നമ്മുടെ മക്കളോ ആയിത്തീരാം. ആണെന്നും പെണ്ണെന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ ലഹരിക്ക് അടിമപ്പെട്ട് തകർച്ചയിലേക്ക് കൂപ്പുകുത്തക്കെട്ടുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യജീവനും മനുഷ്യബന്ധങ്ങൾക്കും യാതൊരു വിധമായ വിലയും കൽപ്പിക്കപ്പെടാത്ത ഒരവസ്ഥാന്തരത്തിലേക്ക് കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാ. അവനവനിലേക്ക് ചുരുങ്ങുക എന്ന ആപ്തവാക്യത്തെ ഉയർത്തിപ്പിടിച്ചു
പിടിച്ചുകൊണ്ട് ലോകത്തെ കീഴ്മേൽ മറിക്കേണ്ട യൗവനക്കാരായ പ്രിയപ്പെട്ടവർ അവനവന്റെ വ്യക്തി താല്പര്യങ്ങൾക്ക്, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി യാതൊരു മടിയുമില്ലാതെ കപട സദാചാരബോധവും അനാരോഗ്യപരമായ ലൈംഗിക അധാർമികതയും കൊണ്ട് വല്ലാതെ അരങ്ങ് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ പിഞ്ചു കുഞ്ഞു മുതൽ മുത്തശ്ശിമാർ വരെ ഈ കപട ലൈംഗിക അരാജകത്വത്തിന്, അധാർമികതയ്ക്ക് ആ മുതൽക്കൂട്ടുകളായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സമാധാനവും അസന്തുഷ്ടിയും വിഷാദവും അക്രമവും നിരാശയും മാത്രം അതിന്റെ പരിണിത ഫലങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. എന്തെല്ലാം ചെയ്തിട്ട് ഒത്തിരി ലഹരി വിമോചന കേന്ദ്രങ്ങൾ ഇവിടെ ഉടലെടുക്കപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി സർക്കാർ പദ്ധതികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നീതിന്യായ വ്യവസ്ഥകൾ വ്യത്യസ്തമായ നിയമങ്ങൾ കൊണ്ട് ആളുകളെ ഈ ആസക്തിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ നീതിന്യായ വ്യവസ്ഥകൾക്ക്, ഈ ലോകത്തിൻ്റെതായ എഴുത്തുകൾക്ക്, ഇസങ്ങൾക്ക്, മതസംഹിതകൾക്ക് കഴിയാത്ത വിധത്തിൽ മനുഷ്യൻ അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അവനവനിലേക്ക് ചുരുങ്ങിക്കൊണ്ട് സ്വയമായി അവസാനിക്കുവാൻ പോകുമ്പോഴും, സ്വയമായി മരിക്കുവാൻ പോകുമ്പോഴും, മറ്റുള്ളവനെ എങ്ങനെ കൊല്ലാം, മറ്റുള്ളവനെ എങ്ങനെ അവസാനിപ്പിക്കാം, അവൻ്റെത് കൂടെ എനിക്ക് വെട്ടിപ്പിടിച്ചെടുക്കാമെന്നുള്ള ആഗ്രഹത്തോടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാ. ഞാൻ പണ്ടെങ്ങോ വായിച്ചു മറന്ന ഒരു ശ്ലോകം ഇപ്രകാരമാണ് പറയുന്നത്: വഗ്നിസംതപ്ത ലോകസ്ഥ അമ്പ ബിന്ദുനാം സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണ ഗ്ലസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുമ്പോൾ കാലാഹിന പരിഗ്രസ്തമാ ലോകതും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. അതെ, നമ്മുടെ സ്കൂൾ കാലങ്ങളിൽ നമ്മൾ പഠിച്ച ഒരു ശ്ലോകത്തിന്റെ ശകലമാണ് ഞാൻ പറഞ്ഞത്. ആ പാമ്പിന്റെ വായിലിരിക്കുന്ന തവള എപ്രകാരമാണ് ആഹാരത്തിന് വേണ്ടി നാക്ക് നീട്ടിയായുന്നത് പോലെ മരണമെന്ന വക്രത്തിന്റെ അകത്ത് ഈ ജീവിതത്തിൽ അവസാനിക്കാൻ പോകുന്ന നീർക്കുമളയെ പോലെ, ചുട്ടുപഴുത്ത ലോഹക്കമ്പിയിലേക്ക് വീണ് അവസാനിച്ചു പോകുന്ന നീർക്കുമളയെ പോലെയുള്ള മനുഷ്യൻ അവന്റെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുമ്പോഴും മറ്റുള്ളവനെ എപ്രകാരം അവസാനിപ്പിക്കാമെന്ന് നോക്കി ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ മുതലെടുക്കുന്ന രാഷ്ട്രീയ കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുന്ന ഒരു നാട്. യൗവന രക്തത്തെ അവരവരുടെ രാഷ്ട്രീയ കസേരകൾ ഉറപ്പിക്കുവാൻ വേണ്ടി ആശയാദർശങ്ങളുടെ സമരസപ്പെടാത്ത രാഷ്ട്രീയ വീതികൾ കൊലക്കത്തിക്കിരയായി യൗവനങ്ങൾ ഹോമിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ യൗവന ജീവനുകൾക്ക് ആരാണ് വില കൽപ്പിക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണകൂടം ജനാധിപത്യ വ്യവസ്ഥിതിയിൽ തകർത്തുകൊണ്ട് രക്തക്കറ പുരട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഈ ലോകത്തിന്റെ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിക്ക്, ഈ ലോകത്തിന്റെ നീതിന്യായ വ്യവസ്ഥകൾക്ക്, മനുഷ്യന്റെ ആത്യന്തികമായ പ്രശ്നത്തിന് ആത്യന്തികമായി ഒരു പരിഹാരം നൽകാതിരിക്കുമ്പോൾ എവിടെയാണ് സമാധാനത്തിന് ഒരു പോംവഴി? എവിടെയാണ് മനുഷ്യന്റെ ജീവിതത്തിന് ഈ തകർച്ചകൾക്ക് ഒരു വ്യത്യാസം? എവിടെ നിന്നാണ് മനുഷ്യന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകേണ്ടത്? ഈ ചൂടുള്ള വാർത്തകൾ പലതും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ചൂടുള്ള വാർത്തകൾ കേൾക്കാൻ നമുക്കെല്ലാവർക്കും ഇഷ്ടവുമാണ്. ചൂടുള്ള വാർത്തയ്ക്കകത്ത് പീഡനങ്ങളുണ്ട്, കൊലപാതകങ്ങളുണ്ട്, അക്രമങ്ങളുണ്ട്, കലാപങ്ങളുണ്ട്. ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ദേശത്തിന്റെയും ഭാഷയുടെയും വിശ്വസിക്കപ്പെടുന്ന തത്വസംഹിതകളുടെയും അടിസ്ഥാനത്തിൽ പരസ്പരം കൊല്ലുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ചൂടുള്ള വാർത്തകൾക്കിടയിൽ ഇതാ നിങ്ങളുടെ മനസ്സിന് കുളിർമ നൽകുന്ന, നിങ്ങളുടെ ഹൃദയത്തിന് തണുപ്പ് നൽകുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞങ്ങൾ ഒരു പറ്റം ചെറുപ്പക്കാർ ഈ പുല്ലിശ്ശേരിയുടെ ഈ ജംഗ്ഷനിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതേ വാത്സല്യ സ്നേഹിതരെ, ഈ സന്ദേശത്തിന്റെ പ്രത്യേകത, ഈ സന്ദേശത്തിന്റെ ആധികാരികത ലോക നേതാക്കന്മാർ അണികളുടെ രക്തത്തിൽ ചവിട്ടി നേതാക്കന്മാരായി കസേര ഉറപ്പിച്ചപ്പോൾ സ്വന്തം രക്തമൂറ്റിക്കൊടുത്ത്, സ്വന്തം രക്തമൂറ്റി നൽകി മാനവജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും ഊറ്റിക്കൊടുത്ത് നേതാവായ ഒരേ ഒരു വ്യക്തിത്വമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന സുവിശേഷത്തിന്റെ, സനാതന സന്ദേശത്തിന്റെ കാതലായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. അതേ സ്നേഹിത, ഈ യേശു ക്രിസ്തു താങ്കളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ അമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ, അപ്പ സ്നേഹിക്കുന്നതിനേക്കാൾ, സഹോദരങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ, ഈ ലോകത്തിലെ മറ്റാരേക്കാളും നിങ്ങളെ അധികമായി സ്നേഹിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു
അനേക കുടുംബങ്ങളെ മദ്യപാനത്തിൽ നിന്ന് രക്ഷിച്ച, അനേക കുടുംബങ്ങളെ രോഗത്തിൽ നിന്ന് സൗഖ്യമാക്കിയ, അനേക കുടുംബങ്ങളെ തകർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് കൈപിടിച്ചുയർത്തിയ, അനേക ജീവിതങ്ങൾക്ക് ഒരു പുതിയ ദിശാബോധം നൽകിയ, അനേക യൗവനക്കാരുടെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് കൈപിടിച്ചുയർത്തിയ ഈ സുവിശേഷം പ്രഖ്യാപിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെയുള്ള മാനവജനതയ്ക്കുള്ള രക്ഷാ പദ്ധതിയുടെ സന്ദേശമാണ്. അതുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ ഈ ലോകത്തിൻ്റെതായ മാസ്മരികമായ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയ, ഈ ലോകത്തിൻ്റെതായ വിശ്വസിക്കപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി കയ്യും നെറ്റിയും ഉയർത്തി കാണിച്ചുകൊണ്ട് മുദ്രാവാക്യങ്ങൾ ആകാശത്തേക്ക് മുഷ്ടിചുരുട്ടി ഉയർത്തി വിളിച്ചുകൊണ്ടിരുന്ന ഞങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാരെ ദൈവസ്നേഹത്താൽ പിടിച്ചെടുത്ത് ഇങ്ങനെയുള്ള കവലകൾ തോറും കടന്നു ചെന്ന് ഈ സുവിശേഷത്തിന്റെ സ്നേഹത്തിന്റെ സന്ദേശം പറയുവാൻ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് വാത്സല്യ സ്നേഹിതരെ, പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി ദൈവത്തിൽ നിന്നും അകന്നുപോയ മാനവജനതയെ ദൈവത്തിങ്കലേക്ക് വലിച്ചടിപ്പിക്കുവാൻ, ദൈവവും മനുഷ്യരുമായുള്ള പിളർപ്പിനെ മാറ്റിയിട്ട് ദൈവസ്നേഹത്തിന്റെ വലിയ പിതപുത്ര ബാന്ധവത്തിലേക്ക് വലിച്ചടിപ്പിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയിൽ ഈ ലോകത്തിലേക്ക് അവതരിക്കപ്പെട്ട ദൈവത്തിന്റെ പുത്രനാണ് കർത്താവായ യേശുക്രിസ്തു. സകല മതസംഹിതകളും വിളിച്ചു പറയുന്നത് മനുഷ്യൻ പാപികളാണെന്നാണ്. എല്ലാ സംവിധാനങ്ങളും പറയുന്നത് മനുഷ്യൻ പാപികളാണെന്നാണ്. എന്നാൽ മനുഷ്യന്റെ പാപത്തിന് ആത്യന്തികമായ ഒരു പരിഹാരം എവിടെയെന്ന് ചോദിച്ചാൽ പലർക്കും ചൂണ്ടിക്കാണിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചത് കൊണ്ടല്ല. ഞാൻ അല്പം കൂടെ വ്യക്തിപരമായി പറഞ്ഞാൽ എന്നെയും താങ്കളെയും ദൈവം സ്നേഹിച്ചത് കൊണ്ട് യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുവാനിടയായി. അപ്പോൾ എങ്ങനെയാ യേശുവിൽ കൂടെ രക്ഷ പ്രാപിക്കുന്നത്? പലർക്കും പല ചിന്തകൾ മനോവിഗ്രഹത്തിൽ കൂടെ കടന്നുപോയേക്കാം. ഇങ്ങനെയുള്ള പ്രഭാഷണം കേൾക്കുമ്പോ ഇതൊരു മതം മാറ്റത്തിന്റെ പ്രഭാഷണമെന്ന്, മതം മാറ്റുന്ന ആളുകളാണെന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. ഇത് മതം മാറ്റത്തിന്റെ പ്രശ്നമല്ല, ഇത് മതം മാറ്റുന്ന പ്രഭാഷണവുമല്ല, ഇത് മതം മാറ്റുന്ന ഒരു സംവിധാനവുമല്ല. ഇത് മനുഷ്യന്റെ മനസ്സിനെ മാറ്റുന്ന, മനുഷ്യന്റെ മനസ്സിന് ആത്യന്തികമായ ഒരു മാറ്റം നൽകിക്കൊടുക്കുന്ന, ഒരു പുതിയ ദിശാബോധം നൽകിക്കൊടുക്കുന്ന, പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുവാൻ നിത്യജീവങ്കിലേക്ക് പിതാവായ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന, നിങ്ങളെ നല്ലൊരു അപ്പനാക്കുന്ന, അമ്മയാക്കുന്ന, മകനാക്കുന്ന, സഹോദരനാക്കുന്ന, സഹോദരിയാക്കുന്ന മനോഹരമായ ഒരു സനാതന സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ആകയാൽ വാത്സല്യ സ്നേഹിതരെ, ഞാൻ അധികം ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. താങ്കളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, താങ്കളെ സ്നേഹിക്കുവാൻ വേണ്ടി, താങ്കളെ സ്നേഹിച്ചുകൊണ്ട്, താങ്കളുടെ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് ഈ ഉലകത്തിൽ എവിടെയെല്ലാം ഈ സുവിശേഷത്തിന്റെ സന്ദേശം എത്തിയോ അവിടെയെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നരഭോജികൾ നരസ്നേഹികളായി മാറിയിട്ടുണ്ട്. അക്രമികൾ ആ അക്രമത്തെ വിട്ടൊഴിഞ്ഞു കളഞ്ഞിട്ടുണ്ട്. ആ കുടുംബം തകർന്ന കുടുംബങ്ങൾ, എത്രയോ കുടുംബങ്ങൾ തകർച്ചയുടെ വക്കിൽ നിന്ന് ഉയർച്ചയിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്. എത്രയോ യൗവനക്കാരുടെ ജീവിതത്തിന് പുതിയ മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആകയാൽ ഇവിടെ ആരും പ്രലോഭിപ്പിക്കുവാൻ തയ്യാറാകുന്നില്ല. ഇവിടെ ആരും ആക്രമണത്തിന്റെ വാക്കുകൾ പറയാൻ തയ്യാറാകുന്നില്ല. ഇവിടെ ആക്രോശങ്ങളില്ല, ഇവിടെ ആയുധങ്ങളില്ല, ഇവിടെ കല്ലുകളില്ല, ഇവിടെ സമരമുറകളില്ല. ഞങ്ങൾക്ക് പറയാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പിതാവായ ദൈവം താങ്കളെയും എന്നെയും സ്നേഹിച്ചത് കൊണ്ട്, യേശുവിനെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നൽകി തന്നത് കൊണ്ട്, ആര് യേശുവിന് വേണ്ടി ഹൃദയത്തെ കൊടുക്കുവാൻ തയ്യാറാകുന്നുവോ, ആര് യേശുവിന് വേണ്ടി ജീവിതം കൊടുക്കുവാൻ തയ്യാറാകുന്നു, ആര് യേശുവിന് വേണ്ടി തന്റെ കുടുംബത്തെ നൽകി കൊടുക്കുവാൻ തയ്യാറാകുന്നുവോ അവർക്ക് വേണ്ടി ആ പുതിയ ഒരു അനുഭവത്തെ നൽകുവാൻ, പുതിയൊരു ജീവിതത്തെ നൽകുവാൻ യേശു മതിയായ ഏക സത്യ ദൈവമെന്ന് വിശുദ്ധ വേദപുസ്തകം അടിവരയിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുവെന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ആകയാൽ കാലഘട്ടം വല്ലാതെ മാറി മറിയുമ്പോൾ
പ്രകൃതി ശക്തികൾ വല്ലാതെ നമ്മെ പിടിമുറുക്കുമ്പോൾ, മുമ്പെങ്ങുമില്ലാത്തതുപോലെയുള്ള ചൂടിന്റെ ആധിക്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മഴയും പ്രളയവും ഒക്കെ നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, ആകാശത്തിന്റെ ശക്തികൾ ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ, ഭൂമിയുടെ ശക്തികൾ ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു കാര്യം വിളിച്ചു പറഞ്ഞ് അവസാനിപ്പിക്കാം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ആ യേശുവിങ്കലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതേ മാന്യ സ്നേഹിത, അനേകരും അണികളെ കൊണ്ട് അവരുടെ രക്തത്തിൽ ചവിട്ടി നേതാവായി മാറിയപ്പോൾ ഇപ്രകാരം വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: സ്വന്തം കൂട്ടുകാരന് വേണ്ടി സ്വന്തം പ്രാണനെ നൽകുന്നിടത്തോളം വലിയ സ്നേഹമില്ല. മറ്റുള്ളവർക്ക് വേണ്ടി സ്നേഹം കൊടുക്കാൻ, ഐ ലവ് യു എന്ന് പറയാൻ, കാഡ്ബറി കൊടുക്കാൻ, ഡയറി മിൽക്ക് കൊടുക്കാനൊക്കെ ആളുകളുണ്ട്. പക്ഷെ ജീവൻ കൊടുക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവനെ നൽകാൻ ആരും തയ്യാറാകത്തില്ല. എന്നാൽ സ്വന്തം ജീവനെ നൽകി 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് മാനവജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി എന്ന ഒരു കൊലക്കളത്തിൽ 2 കള്ളന്മാരുടെ മധ്യേ 3 ആണികളിന്മേൽ മരക്കുരിശിന്മേൽ തൂങ്ങപ്പെട്ടവനായി, അടിയേറ്റവനായി, തുപ്പലേറ്റവനായി, നിന്നയേറ്റവനായി, അവന്റെ മുഖത്ത് രോമങ്ങൾ ഓരോന്നും പിഴുതെടുത്ത് അവന്റെ പുറം ഉഴുവുചാലുകൾ പോലെ കീറപ്പെട്ടു. അവന്റെ ശരീരത്തിലെ രക്തം മുഴുവൻ വാർന്നൊഴുകി. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ഞാൻ ഇത്രയധികം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് അത് പ്രവൃത്തിപഥത്തിൽ കാണിച്ചുകൊണ്ട് യേശു ക്രൂശിൽ മരിച്ചത്, അവൻ മരിച്ചെങ്കിൽ ഞങ്ങളുടെ പ്രസംഗത്തിന് യാതൊരുവിധ അർത്ഥവുമില്ലായിരുന്നു. അവൻ മരിച്ചത് മാത്രമല്ല, അവൻ കല്ലറയെ ഭേദിച്ചുകൊണ്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് മാനവ ജനതയ്ക്ക് വേണ്ടി അവന്റെ മുഖത്തേക്ക് നോക്കുന്ന, ക്രൂശിലേക്ക് നോക്കുന്ന, അവങ്കിലേക്ക് അടുത്തു ചെല്ലുന്ന എന്നെയും നിങ്ങളെയും ഓർത്ത്, എന്നെയും നിങ്ങളെയും സ്നേഹിച്ച് അവൻ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, മാന്യസ്നേഹിത, ഈ സന്ദേശം കേട്ട ആരെങ്കിലും യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ താങ്കളുടെ പേര് മാറണ്ട, താങ്കളുടെ മതം മാറണ്ട, താങ്കളായിരിക്കുന്ന സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ വിടണ്ട, താങ്കളായിരിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ ഇരുന്നു കൊണ്ട്, വാഹനങ്ങളിൽ ഇരുന്നു കൊണ്ട്, ഈ ശബ്ദപരിധിക്കകത്തിരുന്നു കൊണ്ട്, യേശുവേ എന്റെ പാപത്തിന് വേണ്ടി നീ മരിച്ചു, എനിക്ക് വേണ്ടി നീ തകർക്കപ്പെട്ടു, നീ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന് ഹൃദയത്തിൽ ഒന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ, നിന്റെ വായ് കൊണ്ടതൊന്ന് ഏറ്റുപറയാൻ തയ്യാറാകുന്നെങ്കിൽ, ഇന്ന് നിന്റെ ജീവിതം രക്ഷിക്കപ്പെടുവാനിടയാകും. അതുകൊണ്ട് മനസ്സ്നേഹിത, എന്തെല്ലാം ചെയ്തില്ലേ? ഒത്തിരി കാര്യങ്ങൾ നോക്കിയില്ലേ? ഒത്തിരി മന്ത്രങ്ങളും തന്ത്രങ്ങളും, ഒത്തിരി യാത്രകളും, ഒത്തിരി കാര്യങ്ങളും ഒക്കെ ചെയ്തില്ലേ? ഒത്തിരി പേരെ വിശ്വസിച്ചില്ലേ? ഒത്തിരി പേരുടെ പിന്നാലെ പോയില്ലേ? ഒത്തിരി പേരെ ആശ്രയിച്ചില്ലേ? ഒരു മാറ്റമുണ്ടാകുമെന്നൊക്കെ പലപ്പോഴും കരുതിയില്ലേ? ഒരു മാറ്റത്തിന്, ഒരു വ്യത്യാസത്തിന്, ഒരു ഉയർച്ചയ്ക്ക്, ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചില്ലാത്ത ഒരു സമാധാനം അനുഭവിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. അതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് എന്റെ ചുറ്റും അണിനിരന്നിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവർ ഓരോരുത്തരും. അവർ ഓരോരുത്തരും വ്യത്യസ്ത കുടുംബങ്ങളിൽപ്പെട്ടവരാണ്, വ്യത്യസ്തമായ ഇസങ്ങളിൽ വിശ്വസിച്ചിരുന്നവരാണ്, വ്യത്യസ്തമായ ജീവിതത്തിൽ കൂടെ യാത്ര ചെയ്തു പോയ പ്രിയപ്പെട്ടവരാണ്. പക്ഷേ അവരെയൊക്കെ ഈ തെരുവോരങ്ങളിൽ ഇങ്ങനെ ലജ്ജ കൂടാതെ, നാണമില്ലാതെ കടന്നു വന്ന് ഈ സുവിശേഷം പറയാൻ, നിങ്ങളെയൊക്കെ സ്നേഹിക്കാൻ, പാട്ടുപാടാൻ, ഈ പേപ്പറുകളൊക്കെ തരാൻ പ്രേരിപ്പിച്ച ഘടകം അതാണ്. കാലം അവസാനിക്കാറായി, ജീവിതം തീരാറായി. ജീവിതം തീരുന്നതിന് മുമ്പേ യേശുവിന് വേണ്ടി ജീവിതം കൊടുത്ത് ഒരു നിത്യജീവൻ അവകാശിയായി തീരുവാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട്, സ്നേഹത്തോടെ ആഹ്വാനം ചെയ്തുകൊണ്ട്, ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമെങ്കിൽ മടി കൂടാതെ നിങ്ങൾ ഞങ്ങളുടെ അടുക്കലേക്ക് വരിക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമെന്ന് ആ സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റർ. ഇത്രത്തോളം സമയം ഞങ്ങളെ ശ്രമിച്ച ഈ പുല്ലശ്ശേരിയിലെ നല്ലവരായ എല്ലാ ദേശനിവാസികൾക്കും, വിശേഷാൽ ഡ്രൈവേഴ്സായി സേവനമനുഷ്ഠിക്കുന്ന, വ്യാപാരം ചെയ്ത് ഈ ദേശത്തായിരിക്കുന്ന